ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് ഒരു അൺബോക്സിങ് വീഡിയോ ഒന്നല്ല. ഞാനിപ്പോൾ 1-2 ആഴ്ച ആയിട്ട് ഞാൻ മൈക്ക് വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്ന 1-2 ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സൊക്കെ പറയാറുണ്ട് ഒരു മൈക്ക് വാങ്ങിക്കൂടെ, സൗണ്ട് മാത്രമാണ് ഇഷ്യൂ ഉള്ളതെന്ന്. ബട്ട് ഒരു മൈക്കൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വീഡിയോ ചെയ്യാൻ മാത്രം ഒന്നും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു മൈക്കിന് ഇത്രത്തോളം ഡിഫറൻസ് ഒരു വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് വലിയ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഈ ഒരു മൈക്ക് വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് വീഡിയോസിൽ വന്ന ഡിഫറൻസ് മനസ്സിലായത്. ഇത് ഞാൻ ഹോളിലാൻഡിൻ്റെ ലാക്ക് M2 വയർലെസ് മൈക്രോഫോണാണ്. അപ്പോൾ ഇത് ഈസി ടു യൂസ് ആണ്. എന്നെപ്പോലെ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ഒന്നല്ല. പെട്ടെന്ന് എന്നെപ്പോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റമാണ്. പിന്നെ നമുക്ക് പുറത്തൊക്കെ നോയ്സൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പെടാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയൊന്നുമില്ല. ബട്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതാ ഹോളിലാൻഡിൻ്റെ ലാക്ക് M2 വയർലെസ് ലാവൻഡർ മൈക്രോഫോണാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാ ഇതിൻ്റെ ഒരു പാക്കിംഗ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ചാർജിങ് കേസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് റിസീവർ വരുന്നത്. പിന്നെ ഇത് ക്യാമറയിൽ യൂസ് ചെയ്യുമ്പോൾ, ഫോണല്ലാതെ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റൊരു. പിന്നെ ഇതാ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചാർജിങ്ങിൻ്റെ USB വരുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ആയിട്ടാണ് 2 കേബിൾസ് വരുന്നത്. ഫസ്റ്റ് ഇത് ഐഫോണിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ലൈറ്റിംഗ് കേബിളും, പിന്നെ ഇപ്പം ഞാൻ ഫോണിൽ കണക്ട് ചെയ്തതാണ് മറ്റേ C ടൈപ്പ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഹോളിലാൻഡിൻ്റെ ഒരു കാർഡ് ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് പോലെ വരുന്നുണ്ട്. അതിൽ ഒരു പൗച്ച് പോലെ ഒരു നമുക്ക് മൈക്കൊക്കെ ഈ ബോക്സ് കൊടുക്കണം നമുക്ക് ക്യാരി ചെയ്യുന്നതിൻ്റെ പകരം ഈ ഈ ചാർജിങ് കേസും പിന്നെ അതുപോലെ റിസീവറൊക്കെ ഇട്ടിട്ട് നമുക്കിതിൽ നമുക്ക് പോകുന്നിടത്തേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു കേസ് വരുന്നുണ്ട്. ഇതിന് ഇനി വേറെ എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സീ സൈഡിലൊക്കെ പോകുമ്പോൾ, ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക, കാറ്റൊക്കെ വരുമ്പോൾ ഒക്കെ ഇടുന്ന സംഭവമാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അറിയണ പോലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു. കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോ എടുത്ത് നോക്കിയില്ല. ഇനി എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും കാരണം. പിന്നെ എല്ലാത്തിലും കാണുന്ന പോലത്തെ കോമൺ സിൽക്കാജി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഐറ്റം. ഇനി ഇതിൻ്റെ ഒരു യൂസ് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മൈക്ക് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പുറത്ത് അത്യാവശ്യം നല്ല കുറച്ച് മഴയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കിളികളെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൈക്കിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. ഇനി ഞാൻ മൈക്ക് ഊരിയിട്ടൊന്ന് സംസാരിക്കാം. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മൈക്ക് ഊരിയിട്ടാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യുമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ മൈക്കൊന്നും ഇല്ലാതെ റോ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ നല്ല മഴ ഉണ്ട്. ബട്ട് ക്യാമറയിൽ എനിക്ക് തോന്നുന്നു വല്ലാതൊന്നും മഴൻ്റെ നോയ്സ് ഒന്നും വരില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് പറഞ്ഞത്. വേറെയും ഒരുപാട് മൈക്ക് ഉണ്ടാവും നല്ലത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ആകെ ഒരു എണ്ണയെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അതെനിക്ക് നല്ലതായി തോന്നി. അതിന് വേറെ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്നോട് ആരെങ്കിലും നല്ല മൈക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നല്ല അടിപൊളി മൈക്കാണെന്ന്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.